ലഹരി ഉപയോഗം കോളേജ് അധികൃതരെ അറിയിച്ചതിന് പിന്നാലെ വിദ്യാർത്ഥിക്ക് സഹപാഠികളുടെ ക്രൂരമർദ്ദനം. വിദ്യാർത്ഥിയുടെ ജനനേന്ദ്രിയം സഹപാഠികൾ മർദ്ദിച്ചു തകർത്തു. തൊടുപുഴ ഗ്രാൻഡിസ് മൊബൈൽ ടെക്നോളജി കോളേജിൽ പഠിക്കുന്ന അണക്കര സ്വദേശിക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു സംഭവം നടക്കുന്നത്. ഞങ്ങൾക്ക് ഉച്ച വരെ സാധാരണ ക്ലാസ് ഉള്ളൂ. ഞങ്ങളിപ്പം ഹോസ്റ്റലിൽ ഉച്ച കഴിഞ്ഞ് വന്നിരിക്കുകയായിരുന്നു. അന്നേരത്തെ ഫുഡ് കഴിച്ച് ഹോസ്റ്റലിൽ വന്നിരിക്കുകയായിരുന്നു. അന്നേരം ഈ ശിവസൂര്യയും ഗൗതം അക്ഷയ് എന്ന് പറഞ്ഞ 3 ആൾക്കാർ കയറി വന്നു. ഈ ശിവസൂര്യ ഭയങ്കര തെറിയും പറഞ്ഞുകൊണ്ട് കയറി വരുന്നത്. അന്നേരത്തേക്കും തന്നെ അവൻ കയറി വരികയും കുറച്ച് കഴിഞ്ഞ് തെറി പറഞ്ഞ് എൻ്റെ ഇവിടെ കയറി ഒരു പിടിച്ചിങ്ങനെ എണീപ്പിച്ച് ആ വേന കൊണ്ട് എണീറ്റു. ആ സമയത്ത് തന്നെ അവൻ ഇവിടെ ഇടിക്കുകയും കൂടെ ആയിരുന്നു. ഭയങ്കര തെറി. അത്രയും അവനെ അമ്മരെ പിടിക്കുന്നതിന് തന്നെ അവനെ ആ സമയത്ത് ഇറങ്ങിപ്പോയി. പിന്നെ വൈകിട്ടാണ് കയറി വന്നത്. ഹോസ്റ്റലിലെ ലഹരി ഉപയോഗം കോളേജ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനാണ് കൊടും ക്രൂരത. പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടി ഉൾപ്പെടെ 3 പേർ ചേർന്ന് ഹോസ്റ്റൽ മുറിയിൽ മർദ്ദിക്കുകയായിരുന്നു. ഇടുക്കി അണക്കര സ്വദേശിയായ വിദ്യാർത്ഥിയുടെ ജനനേന്ദ്രിയം മർദ്ദനത്തിൽ തകർന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ പൂർത്തിയാക്കിയ ശേഷമാണ് കുട്ടി മർദ്ദന വിവരം പുറത്തു പറയുന്നത്. ഓഗസ്റ്റ് 10 നടന്ന സംഭവത്തിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ് പരാതി വൈകിയതെന്ന് കുട്ടി പറയുന്നു. അതുകൊണ്ട് നല്ല ഇരിക്കുന്നുണ്ട്. കാരണം ഈ കഞ്ചാവ് സാറിനോട് എവിടെന്നാണ് കിട്ടിയെന്ന് വെച്ചാൽ സാറ് പറഞ്ഞാൽ അവൻ്റെ വീട്ടിൽ നിന്ന് കൂടെ ഉള്ള ആൾക്കാർ അതെന്ന് പറഞ്ഞു. പക്ഷെ അകത്തുനിന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇന്നപോലെ തൊടുപുഴയിൽ നിന്ന് സാധനം കിട്ടി. അപ്പോൾ അകത്തുനിന്ന് ആരെ ഒറ്റിയെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇമ്മരുടെ പറഞ്ഞ ഒരു ഗ്യാങ് തന്നെയുണ്ട്. പിന്നെ ഞങ്ങൾ പിന്നെ ഇങ്ങനെ പറഞ്ഞാൽ കൊല്ലും അങ്ങനെയുള്ള രീതിയിലായിരുന്നു. ലഹരി ഉപയോഗത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തി നൽകിയിട്ടും കോളേജ് അധികൃതർ നടപടിയെടുത്തില്ലെന്നും വിദ്യാർത്ഥി ആരോപിച്ചു. കേസിൽ 1-ാം പ്രതിയായ പ്രായപൂർത്തിയാകാത്തയാളെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ ഹാജരാക്കിയ ശേഷം വീട്ടുകാർക്കൊപ്പം വിട്ടയച്ചു. മറ്റു കൂട്ടുപ്രതികളെ ഇതുവരെ പിടികൂടിയിട്ടില്ല. കൈരളി ന്യൂസ്, ഇടുക്കി.